CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് കാട്ടകമ്പൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി വെട്ടിപ്പൊളിച്ച് മണ്ണിട്ട് മൂടിയ റോഡ് ഒലിച്ചുപോയി. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. സംസ്ഥാനപാത പാറയമ്പാടം മുതൽ കമ്പിപ്പാലം പെട്രോൾ പമ്പ് സെന്റർ വരെയുള്ള ഭാഗങ്ങളിലെ ഇടറോഡുകളിൽ കനത്ത മഴയിൽ വെള്ളം കയറി. കാനയിലെ തടസ്സങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിനിടയാക്കിയത്. പെരുമ്പിലാവ് ആൽത്തറ മേഖലയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പലയിടത്തും വീടുകളുടെ മുറ്റം വരെ വെള്ളം കയറി. ശക്തമായ മഴയിൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു. വട്ടപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ സമീപത്തെ കുന്നാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വേലൂർ തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മുറ്റം ഇടിഞ്ഞു വീണു. 15ഓളം അടി താഴ്ചയിലേക്കാണ് മുറ്റം താഴ്ന്നത്. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് മുകളിൽ കൂട്ടിയിരുന്ന വൈക്കോലിന് തീപിടിച്ചു. പെങ്ങാമുക്ക് അയ്യർ റോഡിൽ ഐനിപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് അഗ്നിബാധയുണ്ടായത്. ഗുരുവായൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്നും വീണ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു. കൊൽക്കത്ത സ്വദേശി നസീമിനാണ് പരിക്കേറ്റത്. കാവീട് മല്ലാട് റോഡിലുള്ള വീട് നിർമ്മാണത്തിനിടെ രാവിലെ 10ഓടെയാണ് അപകടം. CCTV വാർത്ത തുണയായി. കാണാതായ അക്കിക്കാവ് സ്വദേശിയായ 80കാരനെ കണ്ടെത്തി. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപത്തു നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ഓഫീസിന്റെ പിൻവശത്തെ കുന്നിന്റെ ഭാഗങ്ങളാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്ത് പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച കണിക്കൊന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റിയ നിലയിൽ. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ നാദം കലാസാംസ്കാരിക വേദിയും കടവല്ലൂർ കല്ലുംപുറത്തെ ഗ്രീൻ വേൾഡ് അഗ്രികൾച്ചറൽ നഴ്സറിയും സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടുകൂടി വെച്ചുപിടിപ്പിച്ചതാണ് കണിക്കൊന്ന തൈകൾ. മുളങ്കൂട്ടം വീണ് അടഞ്ഞ കണ്ടപ്പൻ ചീർപ്പ് ദ്രുതഗതിയിൽ തുറന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ മധ്യഭാഗത്ത് കൂടി ഒഴുകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിനു കുറുകെ സ്ഥിതി ചെയ്യുന്ന കണ്ടപ്പൻ ചീർപ്പിലേക്ക് തോടരിയിൽ നിന്നിരുന്ന മുളക്കൂട്ടം കടപുഴകി വീണ് ഒഴുകിവന്ന് ചീർപ്പിന്റെ അടിഭാഗം അടയുകയായിരുന്നു. പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങരെ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ മുന്നോടിയായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞ് ഇനി അമല. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവം എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കൾ പെൺകുട്ടിക്ക് അമല എന്ന പേര് നൽകി. തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ മരിച്ചു. പുന്നൂർകുളം ചമ്മന്നൂർ നെരിയമ്പുള്ളി വീട്ടിൽ ഏനു മകൻ മൊയ്തുട്ടിയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചതുമൂലമുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഗുരുവായൂർ MLA NK അക്ബർ ഇടപെട്ട് നടപടി സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭയുടെയും ഒരുമനൂർ കടപ്പുറം എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദ സ്കൂളിന് സമീപത്തായാണ് കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു K വർഗീസിന് യാത്രയപ്പ് നൽകി. നീണ്ട 3 പതിറ്റാണ്ട് കേരള പോലീസിൽ സർവീസ് നടത്തിയതിനു ശേഷമാണ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. SSLC +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. ഭൂമിക്ക് ഒരു തണൽ, ഭാവിക്ക് ഒരു കരുതൽ എന്ന ശീർഷകത്തിൽ സമസ്ത കേരള സുന്നി ബാലവേദി മരത്തങ്കോട് റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ സംഗമം സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ മുതിർന്ന നേതാവായിരുന്ന CK കുമാരന്റെ 7ാം ചരമവാർഷിക ദിനം KSKTU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ 1000 കുടം ജലധാര അഭിഷേകം നടന്നു. ക്ഷേത്രമേൽശാന്തി അരവിന്ദാക്ഷൻ ഗുരുവായൂർ, പയനാടൻ സതീശൻ തിരുമേനി, ജഗൻ തിരുമേനി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.